എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വാളരിപ്പയർ മെഴുക്കുവരട്ടിയാണ്. ഇതാണ് വാളരിപ്പയർ തോരൻ. ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കാണുക. മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ വാളരിപ്പയർ ആദ്യം അരിഞ്ഞ ശേഷം കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം, അതിന്റെ കറ പോകാൻ വേണ്ടി. വാളരിപ്പയറിന്റെ ഈ ഭാഗത്തിന് കുറച്ച് കട്ടിയാണ്, അത് ചെത്തി മാറ്റിയ ശേഷം നെടുകെ കീറി കനം കുറച്ച് നീളത്തിലരിയുക. വാളരിപ്പയർ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ സ്വല്പം ഉപ്പും കൂടെ ഇട്ടാൽ പെട്ടെന്ന് കറയിളകും. ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചിട്ട് വേണം കനം കുറച്ച് ഇതുപോലെ ചീന്തി അരിയാൻ. ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ വേണം അരിയാൻ. അരിഞ്ഞ് വെള്ളത്തിലിട്ടിരുന്ന വാളരിപ്പയർ 2-3 വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. വലിയ 3 പച്ചമുളക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എരിക്കനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. 2 ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞത്, കുറച്ച് തേങ്ങ ചിരകിയത്. മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മഞ്ഞപ്പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. വാളരിപ്പയർ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിരകിയ തേങ്ങ ചേർക്കാം. ഇനി അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കൂടി വെക്കാം. ഇപ്പൊ തേങ്ങയും വെന്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ വാളരിപ്പയർ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതുപോലുള്ള മെഴുക്കുവരട്ടികളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയതാണ്. വാളരിപ്പയർ ആയതുകൊണ്ട് കുറച്ച് കറയുള്ളതുകൊണ്ട് മാത്രം അത് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ വളരെ എളുപ്പമാണ്. പിന്നെ കുറച്ച് കളർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്വല്പം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണുന്നത് വരെയും എല്ലാവർക്കും നന്ദി.